കെപ്പൽ എന്ന പെർഫ്യൂം ഫ്രൂട്ട്. പെർഫ്യൂം ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇന്തോനേഷ്യയിൽ നിന്നുമാണ് ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതെന്ന് കരുതുന്നു. അനോണാസിയെ കുടുംബാംഗമായ ഈ ചെടിയുടെ ശാസ്ത്രനാമം സ്റ്റെലക്കോകോർപ്പസ് ബ്യൂറാഹോൾ എന്നാണ്. കേരളത്തിന്റെ മണ്ണും കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളുമെല്ലാം ഈ ചെടിക്ക് വളരാൻ തീർത്തും അനുയോജ്യമാണ്. നിത്യഹരിത വൃക്ഷം. ചെടിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പെർഫ്യൂം ഫ്രൂട്ട് ഒരാഴ്ചയോളം തുടർച്ചയായി കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പിനടക്കം സുഗന്ധമുണ്ടാകുമെന്നതാണ് പ്രത്യേകത. നിത്യഹരിത വൃക്ഷമാണിത്. തളിരിലകൾക്ക് ചെമ്പു നിറമാണ്. വളർച്ചയെത്തിയ മരത്തിന്റെ തലപ്പിൽ കുട പോലെ ശാഖകളും ഇലകളും നിറഞ്ഞിരിക്കും. ശക്തമായ ചൂടിനെയും വരണ്ട കാറ്റിനെയും ഉപ്പുരസമുള്ള അന്തരീക്ഷത്തെയും പ്രതിരോധിച്ചു വളരാനുള്ള കഴിവ് ചെടികൾക്കുണ്ട്. ആൺ പെൺ പൂക്കൾ ഒരു മരത്തിൽ തന്നെ ഉണ്ടാകും. ആൺപൂക്കൾ തടിയുടെ മുകൾ ഭാഗത്തും പെൺപൂക്കൾ തടിയുടെ അടിഭാഗത്തുമാണ് ഉണ്ടാവുക. പൂക്കൾ ഇളം റോസ് നിറത്തിൽ സുഗന്ധികളാണ്. കായ്കൾ കൂട്ടമായി. മരത്തിന്റെ പ്രധാന തടിയിൽ കായകൾ കൂട്ടമായി ഉണ്ടാകും. ഇവ മൂപ്പെത്തുന്നതോടെ പഴുത്തു തുടുത്ത് ഏതാണ്ട് സപ്പോട്ടയുടെ നിറത്തിലാകും. നഖം കൊണ്ട് കോതി നോക്കിയാൽ ഓറഞ്ച് നിറം കാണുന്നെങ്കിൽ വിളവെടുക്കാറായെന്ന് അനുമാനിക്കാം. വിത്ത് നട്ട് തൈകളാക്കി പറിച്ചു നട്ടാണ് കൃഷി ചെയ്യുന്നത്. വിത്ത് മുളയ്ക്കാൻ മാസങ്ങളെടുക്കും. മാത്രമല്ല, സാധാരണ രീതിയിൽ ചെറിയ ശതമാനം വിത്തുകൾ മാത്രമേ തൈകളായി തീരുകയുള്ളൂ. നഴ്സറിയിൽ നട്ട് കിളിർത്തു വന്ന ചെറുതൈകൾ പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ ബാഗിലേക്ക് മാറ്റാം. തൈകൾ പറിച്ചു നടാനുള്ള വളർച്ച എത്തിയാൽ സ്ഥിരമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. ലളിതമായ കൃഷിരീതി. സങ്കീർണമായ കൃഷിരീതികളൊന്നുമില്ല. വെള്ളക്കെട്ടില്ലാത്ത എല്ലാതരം മണ്ണിലും ചെടി നന്നായി വളരും. നല്ല വെയിലും വെളിച്ചവുമുള്ള സ്ഥലത്തു വേണം നടാൻ. ചെടി നട്ട് വളർച്ചയുടെ ആദ്യകാലത്ത് ശ്രദ്ധ ആവശ്യമാണ്. പിന്നീട് ഇവ കാര്യമായ പരിചരണമില്ലാതെ വളർന്നുകൊള്ളും. ചെടിയുടെ വളർച്ച പെട്ടെന്നായിരിക്കും. നട്ട് 8 വർഷമാകുമ്പോഴേക്കും കായ്ച്ചു തുടങ്ങും. പോഷകസമ്പന്നമാണെന്നതിനു പുറമെ ഔഷധ ഗുണവുമുണ്ട്. ഇലകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും പഴങ്ങൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കുമായി തയ്യാറാക്കുന്ന ചില ഔഷധങ്ങളുടെ ചേരുവ കൂടിയാണിത്. ഇതിന്റെ തൈകൾ മിക്ക നഴ്സറികളിലും ഇപ്പോൾ ലഭ്യമാണ്. വിവരങ്ങൾക്ക് 9446088605. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൃഷിയെ സംബന്ധിച്ചുള്ള പുതിയ കണ്ടന്റുകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്